പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ എറണാകുളത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡൻ്റെ ഭാര്യ അന്ന ലിൻഡ ഈഡൻ എന്ന പേരിലുള്ള 2020 മാത്രം എൻറോൾ ചെയ്ത 6 വർഷത്തെ കാലത്തെ അഭിഭാഷക അനുഭവ പരിചയം മാത്രമുള്ള ആ അഭിഭാഷകയ്ക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അവരുടെ യോഗ്യതകളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ മുതലൊരു വീഡിയോ ആയിട്ട് പ്രതിപക്ഷത്തിലുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവർ യോഗ്യതയുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പരിഹാസ രൂപേണ പറയുകയാണ് ഞാൻ ആ വീഡിയോകളിലൂടെ ചെയ്തത്. സുഹൃത്തുക്കളെ, ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു വീണ്ടും ആ വീഡിയോ ചെയ്യാനുള്ള പ്രകോപനവും യഥാർത്ഥത്തിൽ ഷാജൻ സ്കറിയ ചെയ്തൊരു വീഡിയോയിൽ നിന്നാണ് ഈ വിവരം ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെ ഷാജൻ വീണ്ടും ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ തലവാചകം തന്നെ കഴിയാവുന്നിടത്തെല്ലാം സ്വന്തം ഭാര്യയെ തിരികെ കയറ്റി ഹൈബി ഈഡൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്ന രണ്ടാമത്തെ വീഡിയോ. സുഹൃത്തുക്കളെ, ആ വീഡിയോ ഞാൻ കാണുന്നതിനിടയിൽ ഒരു ഉത്തരവ്, അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ് അവരുടെ ജില്ലകളിലെ അഭിഭാഷകരെ, അവർക്ക് വേണ്ടി വാദിക്കേണ്ട അഭിഭാഷകരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിനെ കുറിച്ചിട്ട് ഷാജൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ആ ഉത്തരവ് ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. കാരണം ഞാൻ 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ദിവസേന എന്നോളം സഹകരിച്ച എൻ്റെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് അജിത് പ്രകാശിൻ്റെ പേര് ആ ഉത്തരവിൽ ഞാൻ കണ്ടു. അതിനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കാണ് ആ പേര് ഞാൻ കണ്ടു. ആ പേരിൽ എൻ്റെ കണ്ണൊന്ന് ഉടക്കി. അപ്പോൾ ആ പേരുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഉത്തരവെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മലിനീകരണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ആ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വിവിധ ജില്ലകളിലെ അഭിഭാഷകരെ നിയമിക്കുന്ന ഒരു ഉത്തരവാണ് ഞാൻ കണ്ടത്. ആ ഉത്തരവിൽ 3 പേരുടെ പേരുണ്ടായിരുന്നു. ആ ഉത്തരവിനെ വിമർശിച്ചുകൊണ്ടാണ് ഷാജൻ വീഡിയോ ചെയ്തത്. ആ ഉത്തരവിൽ ആദ്യം കണ്ടത് അന്ന ലിൻഡ ഈഡൻ. അവർക്ക് 2 ജില്ലയുടെ ചുമതല കൊടുത്തിരിക്കുന്നു, എറണാകുളവും തൃശ്ശൂരും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ പോൾ ജേക്കബ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകന് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് കോട്ടയം, ഇടുക്കി എന്ന് പറയുന്ന 2 ജില്ലകളിലെ ചുമതല കൊടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് എൻ്റെ ആത്മസുഹൃത്തും ഞാൻ 5 വർഷക്കാലം സഹകരിച്ച ആളും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായിട്ടുള്ള ശ്രീമാൻ അജിത് പ്രകാശിൻ്റെ പേര് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ചുമതല ആണ് നൽകിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ കണ്ണ് ആ ഉത്തരവിൽ ഉടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നോക്കുമ്പോൾ അന്ന ലിൻഡ ഈഡൻ്റെ എൻറോൾമെൻറ്റിൻ്റെ വിശദാംശങ്ങൾ അവരുടെ പേരിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ആ എൻറോൾമെൻറ്റ് നോക്കുമ്പോൾ അവർ എൻറോൾ ചെയ്തിട്ടുള്ളത് 2020-ലാണ്. 2020 അവർക്ക് 2 ജില്ലകളുടെ ചുമതല കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് എറണാകുളവും ഒന്ന് തൃശ്ശൂരുമാണ്. നമുക്കറിയാം, എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മലിനീകരണ സാധ്യതയുള്ള വ്യവസായ സ്ഥാപനങ്ങളുള്ളത്. സ്വാഭാവികമായും ആ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉയർന്നു വരാൻ സാധ്യതയുള്ളത്. യഥാർത്ഥത്തിൽ എറണാകുളം പോലെ മലിനീകരണ സാധ്യതയുള്ള വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ല കേരളത്തിൽ വേറെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമാണ് എറണാകുളം ജില്ല. ആ എറണാകുളം ജില്ലയും തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള തൃശ്ശൂരിലെ ചുമതല ഹൈബി ഈഡൻ്റെ ഭാര്യ അന്ന ലിൻഡ ഈഡൻ എന്ന വെറും 6 വർഷത്തെ അനുഭവം പ്രാക്ടീസ് മാത്രമുള്ള അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആര്? സതീശൻ സർക്കാർ. സതീശൻ്റെ സ്വന്തം വകുപ്പാണ് പരിസ്ഥിതി മലിനീകരണ പരിസ്ഥിതി, അദ്ദേഹത്തിൻ്റെ സ്വന്തം വകുപ്പ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അന്ന ലീഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറഞ്ഞാൽ സതീശനുമായിട്ടുള്ള അടുത്ത ബന്ധമാണെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ പോൾ ജേക്കബ് എന്ന് പറഞ്ഞൊരു അഭിഭാഷകൻ, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് കോട്ടയവും ഇടുക്കിയുമാണ്. നോക്കുമ്പോൾ അദ്ദേഹം 2003 എൻറോൾ ചെയ്ത ആളാണ്. അതായത് അന്ന ലിൻഡ ഈഡനേക്കാൾ 17 വർഷം മുമ്പ് എൻറോൾ ചെയ്ത ആളാണ് ഈ പോൾ ജേക്കബ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു കോട്ടയം, ഇടുക്കി. അതിൻ്റെ താഴെയാണ്
എൻ്റെ സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് അജിത് പ്രകാശ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ. അവിടെ പരിസ്ഥിതി മലിനീകരണ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല ചില്ലറ അവിടെ ഇവിടെയൊക്കെ ചില്ലറ സ്ഥാപനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൂ. വ്യവസായ സ്ഥാപനങ്ങൾ ആ 2 ജില്ലകളാണ് പാലക്കാട്, കോഴിക്കോട്. ആ ജില്ലകൾ കൊടുത്തിരിക്കുന്ന അജിത് പ്രകാശ് എന്ന് പറഞ്ഞ ആ അഭിഭാഷകൻ എൻറോൾ ചെയ്ത വർഷം ഏതാണെന്നറിയാമോ സുഹൃത്തുക്കളെ? 991. അതായത് 2020 ലിൻഡ ഈഡൻ പിന്നെ എൻറോൾ ചെയ്യുന്നത്. അതിന് എത്ര വർഷം മുമ്പ്? 91 കഴിഞ്ഞാൽ 2001, 19 വർഷങ്ങൾക്ക് ശേഷം. അതായത് അജിത് പ്രകാശ് എൻറോൾ ചെയ്തതിന് 19 വർഷങ്ങൾക്ക് ശേഷം എൻറോൾ ചെയ്ത അന്ന ലിൻഡ ഈഡന് ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുള്ള എറണാകുളം ജില്ല കൊടുക്കുമ്പോൾ മലിനീകരണം ഉണ്ടാക്കാവുന്ന വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ ഇവിടെയും കുറച്ച് മാത്രമുള്ള പാലക്കാടും കോഴിക്കോട് ജില്ലയിലും അജിത് പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകന് കൊടുത്തിരിക്കുന്നു. ആലോചിച്ച് നോക്ക്. ഇവരെക്കാൾ 19 വർഷം കൂടുതൽ സേവന പാരമ്പര്യമുള്ള അജിത് പ്രകാശിന് കൊടുത്തിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ സുഹൃത്തുക്കളെ, എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ മനോവ്യഥ അത് കണ്ടപ്പോൾ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഈ അജിത് പ്രകാശ് എന്ന് പറയുന്നത് ഒരു മുതിർന്ന അഭിഭാഷകനാണ്. 35 വർഷത്തെ പ്രാക്ടീസുള്ള ഒരു അഭിഭാഷകനാണ് എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ കോൺഗ്രസുമായി അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ അദ്ദേഹം അന്ന് അക്കാലത്ത് എന്നോട് പറഞ്ഞത് എൻ്റെ പ്രേക്ഷകരൊന്ന് അറിയണം. കാരണം ഈ അന്ന ലിൻഡ ഈഡനെ പോലുള്ള അഭിഭാഷകർ വന്ന് ഇതുപോലുള്ള പ്ലം പോസ്റ്റുകളെല്ലാം അടിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു കാലാവസ്ഥയിൽ അജിത് പ്രകാശ് ആരാണ് എന്ന് കോൺഗ്രസ് അണികളും മനസ്സിലാക്കണം, പൊതുജനങ്ങളും മനസ്സിലാക്കണം. ഈ പശ്ചാത്തലത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് അജിത് പ്രകാശ് പറഞ്ഞ ചില അനുഭവങ്ങൾ. അജിത് പ്രകാശ് എനിക്ക് തോന്നുന്നു 80കളിൽ 84 മറ്റോ ആ സമയത്ത് മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു KSUവിൻ്റെ. ആ കാലഘട്ടത്തിൽ അജിത് പ്രകാശ് എന്ന് പറഞ്ഞ അന്നത്തെ കോൺഗ്രസിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ഏറ്റിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള SFI പ്രവർത്തകരിൽ നിന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആക്രമണമുണ്ട്. അത് നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കണം. ഈ അന്ന ലിൻഡ ലീഡറെ പോലുള്ളവർ വരുമ്പോൾ അവർക്ക് ഈ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്ന സതീശൻ ഈ അജിത് പ്രകാശ് അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അയാളേറ്റിട്ടുള്ള ആക്രമണം അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് എത്രയോ നാളുകൾക്ക് മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു ഇതുണ്ട്, നിണം ചിന്തുന്ന നിഴൽ യുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറുണ്ട്. ആ ഫീച്ചറിൽ അജിത് പ്രകാശിനെ കുറിച്ചിട്ട് പറയുന്നത് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് VD സതീശനൊന്ന് കേൾക്കണം. അതിൽ പറയുകയാണ്, സൈമൺ ബ്രിട്ടോയെ കുത്തി വീഴ്ത്തി ആക്രമണ രാഷ്ട്രീയത്തിൽ KSUക്കാർ ഒരു പടി മുന്നിൽ നിൽക്കുകയാണെന്ന് SFIക്കാർക്ക് തോന്നൽ. സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി നടത്തിയ ആസിഡ് ബൾബ് ആക്രമണത്തിലാണ് മഹാരാജാസ് കോളേജിലെ അജിത്തിനും രാജീവിനും പരിക്കേറ്റത്. അജിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അജിത് പ്രകാശ്. ഏറ്റതെന്താണ്? ആസിഡ് ബൾബ് ആക്രമണം. ബ്രിട്ടോയ്ക്ക് പകരം ഒരു KSUക്കാരനെ വീഴ്ത്താനായിരുന്നു SFIക്കാരുടെ ശ്രമം. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായിരുന്ന CS അജിത്തിനെ അജിത് പ്രകാശ് അവർ ഉന്നം വെച്ചു. ആക്രമിക്കാൻ എതിരാളികൾ വട്ടം കൂടി നിന്നു. ഇതിനായി SFIക്കാർ മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി. ഇക്കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടാൻ പ്രിൻസിപ്പാളിൻ്റെ മൊഴിയിൽ ചെന്നപ്പോഴാണ് ആസിഡ് ബൾബ് എയർ. അജിത്തിനും രാജീവിനും മാത്രമാണ് പരിക്കേറ്റത്. ഭാഗ്യം കൊണ്ട് മാത്രം ഇരുവരുടെയും മുഖത്ത് ഏറുകൊണ്ടില്ല. അജിത്തിൻ്റെ 2 കൈകളും പൂർണ്ണമായി പൊള്ളി. പുറത്തും തലയുടെ ചില ഭാഗങ്ങളിലും പൊള്ളലേറ്റു. രാജീവിൻ്റെ ദേഹത്തും കൈയിനും കാലിനും ആസിഡ് വീണു. എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ 1 മാസത്തെ ചികിത്സ കൊണ്ട് പൊള്ളലിന് വാട്ടം പോലും ഉണ്ടായില്ല. കഠിനമായ വേദന മാത്രം ബാക്കി. പിന്നീട് രാഷ്ട്രീയക്കാരിടപെട്ട് ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ പൊള്ളിയ ഭാഗം പഴുക്കാൻ തുടങ്ങി. വ്രണങ്ങൾ ഉണങ്ങിയതിന് ശേഷം 3 മാസം തുടർച്ചയായി 2 കൈകളിലും ബാൻഡേഡ് ഇടേണ്ടി വന്നു. ആക്രമണം നടക്കുമ്പോൾ അജിത്ത് 3ാം വർഷ സയൻസ് ഡിഗ്രി വിദ്യാർത്ഥി. പ്രാക്ടിക്കൽ മുഴുവൻ അവതാളത്തിലായി. പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ആ വർഷം പരീക്ഷ എഴുതാൻ കഴിഞ്ഞെങ്കിലും വിജയം വളരെ അകലെയായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടി അജിത്തിന് 20,000-ഓളം രൂപ ചെലവായി. 1984 ആക്രമണ കേസിൽ പ്രതികളാരും ശിക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് വിചിത്രം. സംഭവം കണ്ട ഒട്ടേറെ സാക്ഷികളുണ്ട്. അവരൊക്കെ കോടതികളിൽ വിസ്താരത്തിനെത്തിയപ്പോൾ പ്രതികളെ അറിയുകയില്ലെന്ന് പറഞ്ഞു. എല്ലാം സ്വന്തം പാർട്ടിക്കാർ. സുഹൃത്തുക്കളെ, ഈ അജിത് പ്രകാശ് ദേഹത്ത് 62 പരിക്കുകളാണ് ഈ ആസിഡ് ബൾബ് എയർ കൊണ്ടുണ്ടായത്.
അതായത് ബ്രിട്ടോയെ കുത്തിയതിന് പകരം ഒരാളെ തളർത്തിയിടും എന്ന് പറഞ്ഞു. അത് കേട്ട ഒരു പെൺകുട്ടി അജിത് പ്രകാശിനെ വിളിച്ചിട്ട് പറഞ്ഞു, കോളേജിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കോളേജിലേക്ക് വരരുത്. അന്ന് അജിത് പ്രകാശ് ആ കോളേജിലേക്ക് പോകാതിരുന്നെങ്കിൽ ഈ ഗുരുതരമായിട്ടുള്ള പരിക്ക്, ഈ ആക്രമണത്തിന് അജിത് പ്രകാശ് വിധേയനാകുമായിരുന്നില്ല. പക്ഷേ അജിത് പ്രകാശ് ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരൻ KC നേതാവായിരുന്നുകൊണ്ട് അന്ന് പോയി ആ ആക്രമണത്തിന് അദ്ദേഹം വിധേയനായി. സുഹൃത്തുക്കളെ, എന്നോട് പറഞ്ഞ എനിക്ക് ഞാൻ ഓർക്കുകയാണ്, അന്ന് വയലാർ രവിയാണ് ആഭ്യന്തരമന്ത്രി. ഈ വിഷയം അറിഞ്ഞതോടുകൂടി വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവി ഇടപെട്ടിട്ട് ഫയർഫോഴ്സിൻ്റെ ആംബുലൻസിലാണ് എറണാകുളത്തേക്ക് കൊണ്ടുവന്നത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ CS അജിത് പ്രകാശ് കെയർ ഓഫ് വയലാർ രവി ആഭ്യന്തരമന്ത്രി എന്നും പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. അവിടുന്ന് എത്രയോ മാസക്കാലം അവിടെ കിടന്നു ചികിത്സിച്ചു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അന്ന് അജിത് പ്രകാശിനോട് പറഞ്ഞ് എൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവസാനം അവിടുന്ന് ഏതോ ഒരു സുഹൃത്ത് പഠിപ്പിച്ച് അദ്ദേഹം അവിടുന്ന് ഡിഗ്രി പാസ്സായി. 68% മാർക്കിലാണ് അദ്ദേഹം ഡിഗ്രി പാസ്സായത്. സുഹൃത്തുക്കളെ, അതിനുശേഷം അദ്ദേഹം LLB എടുത്തു. LLB എടുത്തിട്ട് അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങി. ഈ കണ്ട കാലത്തിനിടയിൽ, ഈ 35 വർഷത്തിനിടയിൽ എത്രയോ പ്രധാനപ്പെട്ട കേസുകൾ, എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹം കേസ് വാദിച്ചു. അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്, അദ്ദേഹം K. ബാബുവിന് വേണ്ടി ഇപ്പോഴും കേസ് വാദിക്കുന്നുണ്ട്. എത്രയോ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി അജിത് പ്രകാശ് കേസ് വാദിച്ചു. ഞാൻ അജിത് പ്രകാശുമായിട്ട് പരിചയപ്പെടുന്നത് VS അച്യുതാനന്ദൻ 2006 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അഭിഭാഷകനായിട്ടുള്ള D. അനിൽകുമാറിനോടൊപ്പം ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ VSമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു അഭിഭാഷകനായിരുന്നു അജിത് പ്രകാശ്. അജിത് പ്രകാശ് ആയിരിക്കാം എനിക്കൊന്ന് കോൺഗ്രസിലെ ലഭ്യമായിട്ടുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള അഭിഭാഷകരിൽ ഒരാൾ. ഒരുപക്ഷെ അസഫലിന് അത്രയും സീനിയോറിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അതിനേക്കാളും താഴെ. പക്ഷേ ആ അജിത് പ്രകാശ് നിർഭാഗ്യവശാൽ തള്ളപ്പെട്ടു പോവുകയാണ് സുഹൃത്തുക്കളെ, മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോവുകയാണ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അറ്റോർണിയോ ഒക്കെ ആയി എന്നേ നിയമിക്കപ്പെടേണ്ട ആളാണ് അഡ്വക്കേറ്റ് CS അജിത് പ്രകാശ്. അത് 2011-2016 കാലഘട്ടത്തിൽ അദ്ദേഹം തള്ളപ്പെട്ടു. ഇത്തവണയും അദ്ദേഹം അതിദയനീയമായിട്ട് തള്ളപ്പെട്ടു. അദ്ദേഹത്തിന് എന്നിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഏതോ 1-2 ജില്ലകൾ, പിന്നെ ഹെഡ് ലോഡ് വർക്കേഴ്സ് ബോർഡിൻ്റെ എന്തോ ചില സ്ഥാനങ്ങൾ. ആ സ്ഥാനത്ത് അദ്ദേഹം ആ മൂലയ്ക്ക് പോയിരിക്കുകയാണ്. 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അജിത് പ്രകാശ്. അദ്ദേഹത്തിന് പക്ഷേ പരാതിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച്, KSUവിന് വേണ്ടി പ്രവർത്തിച്ച് ആസിഡ് ബൾബ് ആക്രമണത്തിന് വിധേയനായ ഒരു മനുഷ്യൻ, ആലോചിച്ച് നോക്കണം, ഒരു കോൺഗ്രസ് നേതാവ്, 62 പരിക്കുകൾ പുറത്ത്. എന്നെ അന്ന് VSനോട് ജോലി ചെയ്യുമ്പോഴത്തേക്കും എന്നെ അന്ന് ഷട്ടൂരി കാണിച്ചത് എനിക്കിപ്പോഴും എന്ന പോലെ എൻ്റെ കൺമുന്നിലുണ്ട് സുഹൃത്തുക്കൾ. ആ അഭിഭാഷകൻ യാതൊരു പരാതിയും ഇപ്പോഴും ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള അഭിഭാഷകർ മൂലക്കിരുത്തപ്പെടുമ്പോൾ, അവർ തള്ളിമാറ്റപ്പെടുമ്പോൾ, ഇന്നത്തെ സതീശൻ സർക്കാരിന് വേണ്ടത് ഈ അന്ന ലിൻഡ ഈഡനെ പോലെയുള്ള അഭിഭാഷകരെയാണ്. ഞാൻ അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് 2020 മാത്രം എൻറോൾ ചെയ്തവർക്ക് എറണാകുളം ജില്ലയുടെ ഉൾപ്പെടെ ചുമതലകൾ, അവരെക്കാൾ 19 വർഷം മുമ്പ് എൻറോൾ ചെയ്തിട്ടുള്ള അജിത് പ്രകാശിന് ഏതോ ചില ജില്ലകളുടെ ചില ചുമതലകൾ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ ഈ മനോവ്യഥ കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയാം അജിത് പ്രകാശിന് ഒരു പരാതിയും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അജിത് പ്രകാശിന് പരാതി ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, കാരണം പരാതി ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് അതിനീചമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറ്. കോൺഗ്രസിന് വേണ്ടി ദുരിതം അനുഭവിച്ചുകൊണ്ടല്ല. ഇപ്പോൾ RSSകാരും മുൻ RSSകാരെയും മുൻ SFIക്കാരെയും ഒക്കെ ഗവൺമെൻറ് ലീഡറായി എടുത്തതിനെ വളരെ വാചാലമായി സതീശനിരുന്ന് പിന്തുണയ്ക്കുന്നത് കണ്ടു പത്രസമ്മേളനത്തിൽ. ആയിരിക്കാം, അവർ നല്ല അഭിഭാഷകരായിരിക്കാം. അങ്ങനെയെങ്കിൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് പരിചയസമ്പത്തും അനുഭവ സമ്പത്തും ഉള്ള ആളാണ് അഡ്വക്കേറ്റ് CS അജിത് പ്രകാശ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ സതീശന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കാൻ കഴിയാത്തത്? അതിലുപരി കോൺഗ്രസിന് വേണ്ടി അതിഗുരുതരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയനായ ആളല്ലേ ഈ അജിത് പ്രകാശ്. അതുകൊണ്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അജിത് പ്രകാശിനെ പോലുള്ളവർ തഴയപ്പെടുമ്പോൾ, അവർ മാർജിനലൈസ് ചെയ്യപ്പെടുമ്പോൾ, അവർ മൂലക്കിരുത്തപ്പെടുമ്പോൾ, അന്ന ലിൻഡ ഈഡനെ പോലെയുള്ള
വനിതാ അഭിഭാഷകർക്കാണ് ഇന്ന് വില എന്നതാണ് ഇന്നത്തെ ഒരു വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.